ഈ 24-ൽ വന്നിട്ടുള്ള കുറെ ഇഷ്യൂസ് കാരണം ചേട്ടൻ എല്ലാരും കൂടെ അങ്ങ് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പോലെ തോന്നുന്നു. ഇവർക്കൊന്നും എന്നെ പറയാനുള്ള ഒരു വോയിസും ഇല്ല. ഇവരൊക്കെ ചെയ്തിരിക്കുന്ന എല്ലാം ഇതിന്റെ ഇരട്ടി മോശപ്പെട്ട്. അപ്പുറത്തെ മനോജ് എന്നൊരു ചെറുപ്പക്കാരൻ, പുള്ളി പാമ്പിനെ പിടിക്കുന്ന കുറേ വീഡിയോസ് ഉണ്ട്. ഒരു പാര പോലത്തെ ഒരു സാധനം വെച്ച് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു സാധനം, പാമ്പിനെ മൃഗീയമായി ദ്രോഹിക്കുന്ന ഒരു സാധനം എൻ്റെ ഉണ്ട്. പിന്നെ അത് ഞാൻ എൻ്റെ അപ്പുറത്ത് തൊട്ടടുത്തിരുന്ന വേറൊരു പറയും എറണാകുളത്തുള്ള ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് വരേണ്ട കാര്യമില്ല, അദ്ദേഹം ഡോഗിനെ പിടിക്കുന്ന ആളാണ്. പാമ്പോട്ട് യാതൊരു ബന്ധമില്ല, നായ പിടിക്കുന്ന ഒരാളാണ്. അദ്ദേഹമാണ് ചാനൽ ചർച്ചയിൽ വന്നിട്ട് പിടിക്കുന്ന ലേഡി റോഷിൻ്റെ കേസിൽ തന്നെ 3-4 പേരിൽ തന്നെ 3-4 അലിഗേഷൻ ഉള്ളതാണ്. പിന്നെ ഞാനതൊന്നും പറയുന്നത് മീഡിയാസിൽ പറയാൻ പറ്റുന്ന ഒരാളല്ല, അത് പറയാനും പാടില്ല. അറിയില്ല, പുള്ളിക്കൊന്നും എന്നെ പറയാനുള്ള വോയിസ് ഇല്ല, എന്നെ ചോദ്യം ചെയ്യാനുള്ള വോയിസ് അതിൽ ആർക്കില്ല. കാരണം ഒരു വനം വകുപ്പിൻ്റെ ഓഫീസർമാർക്ക് മാത്രമേ എന്നെ ചോദ്യം ചെയ്യാനുള്ള അവകാശമുള്ളൂ, അല്ലെങ്കിൽ അത് ചെയ്തെന്ന് പറയാനുള്ള അവകാശമുള്ളൂ. ഇവർക്ക് ആർക്കും അതിനുള്ള അവകാശമില്ല. ഈ 5 വർഷം കൊണ്ട് കടികിട്ടിയ 116 പേർക്കാണ് പാമ്പ് പിടുത്തക്കാർക്ക്. അതിൽ എത്ര പേര് മരണപ്പെട്ടു? പിന്നെ കണക്കെന്തെങ്കിലും ഉണ്ടോ? ഇതൊന്നും വെളിയിൽ പറയത്തില്ല. വാവാ സുരേഷിന് കടി കിട്ടുമ്പോൾ മാത്രമേ അത് ആഘോഷിക്കുന്നു. ഇതൊക്കെ ചോദ്യം ഒരുപാട് സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. യഥാർത്ഥത്തിൽ ഈ സർപ്പ എന്ന് പറയുന്ന ആപ്പ് സർക്കാരിൻ്റെതല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അഷ്ടാംഗ സംഗ്രഹം അതാ. ഇപ്പം നിങ്ങൾക്കത് കാണാം, കണ്ടോ? അപ്പം ആളുകൾ മനസ്സിലാക്കി വെച്ചത് വെച്ചിട്ട് പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ ഉപ്പുവെള്ളം കുടിച്ചു കഴിയുമ്പോഴേക്കും എന്താണ് ബ്ലഡ് ഫ്ലോ കൂടും, അപ്പൊ വേഗം ആളുകൾ തട്ടിപ്പോവും. പിന്നെ എന്തിനാണ് വാവാ സുരേഷ് അങ്ങനെ പറയുന്നതെന്നുള്ളതാണ് ആളുകളുടെ മണ്ടത്തരമല്ലേ ഇത്. ഇതിൽ അപ്പൊ ഈ ഗ്രന്ഥങ്ങളൊക്കെ ചുമ്മയാണോ?